ഓക്കെ, ഞാനപ്പോ ഇവിടെ ഇന്ത്യയിലുള്ള എല്ലാ ഡാറ്റാസും അല്ലെങ്കിൽ ടേബിൾസ് പവർ ബി ഐയുടെ ബാക്ക് എൻഡിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. അതിൽ ആദ്യം തന്നെ എന്താ, ഒരു ബോക്സ്. അതിലെന്താ നമ്മുടെ ടാബിന്റെ നെയിം, പിന്നെന്താ റിബൺസ്, ഗ്രൂപ്പ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ക്വറി എഡിറ്റിംഗ് ടൂൾസ് എന്നാണ് പറയുന്നത് ഇതിനെ. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ക്വറീസ് കാണാം. ക്വറീസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിൽ ഒരു ടേബിൾ അല്ല ഉള്ളത്, ഒന്നിലധികം ടേബിൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പവർ ബിയുടെ ബാക്ക് എൻഡിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ടേബിൾസും, ഏതൊക്കെ ടേബിൾസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ആ ടേബിൾസ് എല്ലാം നമുക്ക് ഇവിടെ ക്വറീസിൽ കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ടേബിൾ അല്ലെങ്കിൽ ഡാറ്റ, അതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടീസിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ സെയിൽസ് ഡാറ്റ 2021 എടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ആ പേര് ചേഞ്ച് ആവും. ഏതാണ് സെലക്ട് ചെയ്യുന്നത് അതായിരിക്കും പ്രോപ്പർട്ടീസിൽ വന്ന് കിടക്കുന്നത്. നെക്സ്റ്റ് അപ്ലൈഡ് സ്റ്റെപ്സ്. അപ്ലൈഡ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താ, ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി ട്രാൻസ്ഫോമിൽ വന്നേക്കുന്നത് എന്തിനാ, ട്രാൻസ്ഫോം ചെയ്യണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ കൊണ്ട് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം. ആ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് ഈ ഡാറ്റനെ നമ്മൾ ചേഞ്ച് ചെയ്യുക. വാല്യൂസ് മാറാതെ തന്നെ നമുക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് നമ്മളിവിടെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പം എന്താ, ചിലപ്പോൾ ഡേറ്റ് ചിലപ്പോൾ ഒന്നുകൂടിയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മന്തിന്റെ ബേസിൽ അല്ലെങ്കിൽ ഇയർ മാത്രം. അപ്പൊ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാനാണ് നമ്മളിവിടെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമുക്കിവിടെ അപ്ലൈഡ് സ്റ്റെപ്സിൽ കാണാൻ പറ്റും. ഇപ്പം ഇവിടെ ഓൾറെഡി എന്താ പ്രൊമോട്ടഡ് ഹെഡേഴ്സും ചേഞ്ച്ഡ് ടൈപ്പും ഉണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ ടേബിളിന് കോളം നെയിം അല്ലെങ്കിൽ ഹെഡിങ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് നമ്മളുടെ ടേബിൾ കിടന്നിരുന്നത്. കണ്ടോ, കോളം 1, കോളം 2, കോളം 3, കോളം 4, അങ്ങനെയാണ് കിടന്നിരുന്നത്. അപ്പം ഇതിനെ പവർ ബിയുടെ ബാക്ക് എൻഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഹെഡേഴ്സും ടൈപ്പും വരുന്നുണ്ട്. അത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അവിടെ ചേഞ്ച് ആവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടേബിളിനെ എന്താ പവർ ബി ഐ അതിന് ഹെഡേഴ്സ് കൊടുക്കുന്നത് കണ്ടോ, ഓർഡർ ഡേറ്റ്, സ്റ്റോക്ക് ഡേറ്റ്, ഓർഡർ നമ്പർ, പ്രൊഡക്റ്റ്, ഇങ്ങനെ ഓരോ ഹെഡിങ് ഓട്ടോമാറ്റിക്കലി അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. നെക്സ്റ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നത് ടൈപ്പ് ആണ്. ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഡാറ്റ ടൈപ്പ് തന്നെ ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഡെസിമൽ നമ്പർ ഉണ്ട്, ഹോൾ നമ്പർ, പെർസെന്റേജ്, ഡേറ്റ്, അങ്ങനെ കുറെ ഡാറ്റ ടൈപ്പ് വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഓരോ കോളത്തിന്റെയും ഡാറ്റ ടൈപ്പ് ഏതാണോ അത് പവർ ബി ഓട്ടോമാറ്റിക്കലി അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇങ്ങനെയാണ് നമ്മളുടെ ടേബിൾ കിടന്നിരുന്നത്. ഓക്കെ, ഡേറ്റിന്റെ ഡാറ്റ ടൈപ്പ് എന്താ, ABC എന്ന് പറഞ്ഞാണ് കിടന്നിരുന്നത്. ABC ആണോ ഡേറ്റിന്റെ ഡാറ്റ ടൈപ്പ്? ഡേറ്റിന്റെ ഡേറ്റുകൾ വരുമ്പോ എന്താ ഡാറ്റ ടൈപ്പ് ഡേറ്റ് തന്നെ ആയിരിക്കും. അതുപോലെ എന്താ ഇവിടെയും ABC എന്നാ നടക്കുന്നത്. ഇതൊക്കെ എന്താ ഒരു ന്യൂമറിക്കൽ വാല്യൂസ് അല്ലേ, അപ്പൊ ഡാറ്റ ടൈപ്പ് മാറണ്ടേ. അപ്പോ ഇതും എന്താ പവർ ബി ഓട്ടോമാറ്റിക്കലി അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്.